ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നല്ല വെടിച്ചിലെ ഇടിപ്പടം, കൊലകൊല്ലി ഐറ്റം, അത് തന്നെയാണ് ടർബോയെക്കുറിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതെ, ടർബോയുടെ ഓരോ അംഗങ്ങളും കാണുമ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നു. പടക്കം പൊട്ടുന്ന അടി കാണണമെങ്കിൽ വാടാ മോളിവുഡ് ടൗണിലേക്ക് 23 എന്ന് പറയാം. വേൾഡ് വൈഡായിട്ട് 65 രാജ്യങ്ങളിലാണ് സിനിമ പ്രദർശനത്തിന് എത്താൻ പോകുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മെഗാ മാസ് ആക്ഷൻ കോമഡി ഫാമിലി എൻ്റർടൈനർ കാണാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇവിടെ മമ്മൂട്ടിയുടെ ഓരോ പോസ്റ്റർ വരുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയാം, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ തീയാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്ഡേറ്റുകളില്ല എന്ന് പറഞ്ഞവർക്ക് ഇതിൻ്റെ പോസ്റ്റർ കൊണ്ട് തന്നെ ഒരു രക്ഷയുമില്ലാത്ത ഹൈപ്പാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലുലു മോളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ലുലുവിൻ്റെ ആ ഫ്രണ്ട് ഏരിയ മുഴുവൻ കവർ ചെയ്തത്, PVRൻ്റെ ഫ്രണ്ടേജ് മുഴുവൻ കവർ ചെയ്യുന്ന ലെവലിലാണ് അതിൻ്റെ പോസ്റ്റർ വന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കൊടൂര മാസ് ഐറ്റമായിട്ടാണ്. ഇനിയും അതിൻ്റെ ഫാൻ ഷോ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ സിനിമയ്ക്ക് 100നും മുകളിലുള്ള ഫാൻ ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 47ഓളം ഷോകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയും ദുബായിലെടുത്ത് നോക്കിയാൽ അവിടെ ഫാൻ ഷോ ഉണ്ട്. ഇന്ന് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, UK ഫാൻ ഷോ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 23 മെയ് 23 ഒരു രക്ഷയുമില്ലാത്ത കൊലകൊല്ലിയെ കാണാനായിട്ട് വന്നിരിക്കുന്നു. അതായത് ഒരു പോസ്റ്റർ കാണുമ്പോൾ ആളുകൾ പറയുന്നത് പോസ്റ്റർ ഇതൊരു മിഡായിരിക്കാം, പക്ഷേ സീൻ ഗൂസ് ബംസ് ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇതുവരെയുള്ള സർവ്വകാല ചരിത്രങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം മമ്മൂട്ടിയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. നമുക്കൊരു കാര്യം പറയാം, മമ്മൂട്ടി, മോഹൻലാൽ, ഈ രണ്ട് നടന്മാരുടെ മുകളിലേക്ക് ഇന്നും മലയാള സിനിമ വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവരുടെ മാസങ്ങളെയും ഇവരുടെ ആ ഒരു ഓറയൊന്നും വേറെ ഒരു നടനും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ സ്ക്രീൻ പ്രസൻസ് അത് ഒരു രക്ഷയുമില്ലാത്തതാണ്. നമ്മൾ പല യൂത്ത് ആളുകളുടെ ഗംഭീര സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരൊന്നും നോട്ടത്തിൽ ഇവരുടെ നിൽപ്പിലോ കിട്ടുന്ന ആ ഒരു സുഖം, ആ ഒരു പഞ്ച് നമുക്ക് വേറെ എങ്ങും കിട്ടുന്നില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ മമ്മൂക്കയുടെ ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, തിയേറ്ററുകളിൽ നിന്ന് കുലുങ്ങും, ആളിക്കത്തും എന്നുള്ളത് തന്നെയാണ്. അമ്മാതിരി ഇടി സംഭവമാണ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈശാഖിൽ നിന്ന് ഒരു നീറ്റ്ലി പ്രസൻറ്റഡ് മൂവി തന്നെയാണ്. ഇതിൻ്റെ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആരും ഇതിനകത്തിൽ പ്രതീക്ഷിക്കുന്നത് ആളുകളെ പിടിച്ചിരുത്തുക എന്നുള്ള ഒരൊറ്റ എലിമെൻറ്റ് മാത്രമാണ്. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പാട്ട് ഗംഭീരമായി ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് നമുക്കറിയാം. അത് ഏത് സിനിമയാണെങ്കിലും നമുക്ക് കാണാറുള്ളതാണ്. പക്ഷേ ഇവിടെ വൈശാഖിൽ നിന്ന് ഇത് ജനങ്ങളെ പിടിച്ചിരുത്തുന്നതാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടായി നടക്കുമെന്നുള്ളതാണ്. ഇനി വൈശാഖിനെ കുറിച്ച് പറയുമ്പോൾ പുലിമുരുകൻ മുതൽ ഇങ്ങോട്ടുള്ള സിനിമകൾ കാണുമ്പോൾ അവസാനം ഇറങ്ങിയ മോൺസ്റ്റർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു മോശം സിനിമ എന്ന് പറയാനുള്ളത്. പുലിമുരുകനും അതേപോലെ തന്നെ മധുരരാജയും എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് പറയാം അത് ഒന്നാന്തരം എലിമെൻ്റ് തന്നെയാണ്. അതാത് കാലഘട്ടത്തിൽ ജനങ്ങളെ പിടിച്ചിരുത്താൻ കഴിയുന്ന എലിമെൻറ്റുകൾ തന്നെയായിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്തായാലും അത് തന്നെ പ്രതീക്ഷ. ടർബോ ജോസ് വരുന്നു, ടർബോ എൻജിൻ വെച്ച നായകൻ. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.